എല്ലാവർക്കും തേർഡ് ചാപ്റ്റർ വരെ എടുത്തത് മനസ്സിലായോ? നമ്മളെ റിവിഷന് കഴിഞ്ഞ ക്ലാസ് തേർഡ് ചാപ്റ്റർ വരെ എടുത്തത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട്, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ചാപ്റ്റർ 4ലേക്ക് പോവാം. ചാപ്റ്റർ 4 പറയുന്നത്, ഫസ്റ്റത്തെ പാർട്ടിൽ പറയുന്നത് എന്താണ്? ഒരു നാമത്തിന്റെ സാധാരണ അവസാനം എന്താണ്? അതായത് ഒരു നാമത്തിന്റെ സാധാരണ അടയാള അവസാനം എന്താണ്? നിങ്ങൾ മൈക്ക് ഓൺ ആക്കിട്ട് പറയണേ. ലൊമ്മത്താണ് ഒരു ഇസ്മിന്റെ സാധാരണ അവസാനം ലൊമ്മത്താണ്. അപ്പൊ ഈ ലൊമ്മത്ത് മാറണ, അതായത് ഈ ഒരു നമ്മളിപ്പോ സാധാരണ എന്ത് നാമം പറയുകയാണെങ്കിൽ അത് നമ്മൾ ലൊമ്മട്ടിട്ടാ പറയല്. ഇപ്പൊ ബൈത്തുൻ, നമ്മളിപ്പോ ഒരാൾ പേര് പറയുകയാണെങ്കിൽ ഒക്കെ അങ്ങനെ ലൊമ്മട്ടിട്ടാ പറയല്. അപ്പൊ ഒരു ഇസ്മിന്റെ മുമ്പില് ആ സാധാരണ അവസാനം മാറുന്ന ഒരു സന്ദർഭമാണ് പറഞ്ഞത്. ഒരു ഇസ്മിന്റെ മുന്നില് ഫി അല്ലെങ്കിൽ അല വന്നിട്ടാണെങ്കിൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് എന്തായിരിക്കും? കസറായിരിക്കും. അതായത് ഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷില് എന്നുള്ള അർത്ഥമാണ്. ഇന്ന്. അല എന്ന് പറഞ്ഞാൽ ഓൺ, ഇംഗ്ലീഷിൽ ഓൺ. ഇന്ന് പറഞ്ഞല്ലേ വീട്ടിൽ. ഫിൽ ബൈത്തി പറഞ്ഞാൽ വീട്ടിൽ. അങ്ങനെ മലയാളത്തിൽ ഇല്ല എന്നുള്ള അർത്ഥം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻ. ഓൺ പറയുകയാണെങ്കിൽ മേൽ. അലൽ മക്തബി, ടേബിളിന്റെ മേൽ. ഓൺ ദി ടേബിൾ. അലൽ മക്തബി, ഓൺ ദി ടേബിൾ എന്നാണ് അർത്ഥം. അപ്പം ഫി അല ഒരു ഇസ്മിന്റെ മുമ്പിൽ, ഒരു നാമത്തിന്റെ മുമ്പിൽ വരാണെങ്കിൽ അതിന് ശേഷമുള്ള ഇസ്മിന് എന്തായിരിക്കും? കസർ ആയിരിക്കും വരാം. ഇനി ആ ഇസ്മിന്
അല്ലുണ്ടെങ്കിൽ ഒരു കസറ് വരുള്ളൂ. അല്ലില്ലെങ്കിലോ? അല്ലില്ലെങ്കിൽ ഡബിൾ ആയിട്ട് വരും. തെൻവീനകത്ത് വരും. അപ്പൊ ഇവിടെ ഫീന്റെ ഇവിടെ അല്ലുണ്ടെങ്കിൽ ഇവിടെ അല്ലില്ലാന്ന് വിചാരിക്കുക. അപ്പൊ അല്ലില്ലെങ്കിൽ ഫീ ബൈത്തിൻ. മൈക്കാരത് ഓഫ് ചെയ്യുന്ന. അയ്യോ എനിക്ക് അപ്പൊ എന്താണ് ഫീ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇല്ല്, നമ്മൾ മലയാളത്തിൽ പറയണ ഇല്ല്, അതായത് ഫീ ബൈത്തി വീട്ടിൽ. പിന്നെ അലാന്ന് പറഞ്ഞ മേൽ, അലൽ മക്തബി ടേബിളിന്റെ മേൽ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓൺ ദി ടേബിൾ, ഫിൽ ബൈത്തി പറയുകയാണെങ്കിൽ ഇൻ ദി ഹൗസ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മളിപ്പോ ഇംഗ്ലീഷിൽ എന്താണ് എല്ലാ നാമങ്ങളെയും, ഇംഗ്ലീഷ് അല്ല അറബിയില് ഒന്നെങ്കിൽ എല്ലാ നാമങ്ങളും മസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ ആയിരിക്കും. ഒന്നെങ്കിൽ സ്ത്രീലിംഗം ആയിരിക്കും അല്ലെങ്കിൽ പുല്ലിംഗം ആയിരിക്കും. ഈ സ്ത്രീലിംഗത്തെ പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഹുവ, ഹിയ. ഹുവ എന്നുള്ളത് പുല്ലിംഗത്തിലെ എല്ലാ എല്ലാ കാര്യത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹുവ എന്നാണ് ഉപയോഗിക്കുക. പുല്ലിംഗത്തിലുള്ള മൃഗായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, പിന്നെ എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, അതായത് പുല്ലിംഗമായിട്ട് വരുന്ന എന്ത് സാധനം ആയിക്കോട്ടെ അതിന് ഹുവ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ അത് നമ്മൾ സാധനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താണ്, ഇപ്പൊ ബൈത്തുൻ ഇതൊരു വീടാകുന്നു. അപ്പൊ നമ്മള് ഹീസ് എ ഹൗസ് എന്നല്ല പറയല് ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനെ വരുമ്പോ സാധനം ആകുമ്പോ എന്താണ് ഇറ്റ് എന്നാണ് അർത്ഥം വരും. ഇറ്റ് ഈസ് എ ഹൗസ്. ഹാദാ ബൈത്തുൻ, ഇറ്റ് ഈസ് എ ഹൗസ്, ഇതൊരു വീടാകുന്നു. സോറി, ഇറ്റിന്ന് വല്ല കേട്ടോ. ഹാദാന്ന് പറയുകയാണെങ്കിൽ ദിസ് എന്നാണ് അർത്ഥം വരാം. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐനൽ കിതാബു, നിന്റെ ഐനൽ കിതാബ് പുസ്തകം എവിടെയാണ്? അപ്പൊ എന്താ പറയാ? ഹുവ അലൽ മക്തബി, ഇറ്റ് ഈസ് ഓൺ ദി ടേബിൾ. ഹാദ അല്ലാട്ട് വരാം, അത് ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. ഹുവ അലൽ മക്തബി, അത് എന്തിന്റെ മേലാണ്? ടേബിളിന്റെ മേലാണ്. അപ്പൊ എന്താ? ഇറ്റ് ഈസ് ഓൺ ദി ടേബിൾ. അപ്പൊ അവിടെ ഇറ്റ് എന്നാണ് അർത്ഥം വരാം, അല്ലാതെ ഹീന്നല്ല. അതുപോലെ തന്നെയാണ് സ്ത്രീലിംഗത്തെയും. അതായത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന മനുഷ്യന്റെ നാമായിക്കോട്ടെ, ആനിമലിന്റെ എന്ത് സാധനത്തിന്റെ പേരായിക്കോട്ടെ, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന എന്ത് നാമായിക്കോട്ടെ അതിനെന്താ ഉപയോഗിക്കുക? ഹിയ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ അതിനൊന്നെങ്കിൽ ഷീ എന്ന അർത്ഥം വരും, അല്ലെങ്കിൽ ഇറ്റ് എന്നുള്ള അർത്ഥം വരും. ഹുവക്ക് ഒന്നെങ്കിൽ ഹി എന്നുള്ള അർത്ഥം വരും, അല്ലെങ്കിൽ ഇറ്റ് എന്നുള്ള അർത്ഥം വരും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? പിന്നെ സ്ത്രീകളെ സൂചിപ്പിക്കാൻ, സ്ത്രീലിംഗത്തെ നാമത്തെ സൂചിപ്പിക്കാൻ എന്താണ് അവസാനം എന്തുണ്ടാവും? ഒരു അടയാളം ഉണ്ടാവും. എന്ത്? സ്ത്രീലിംഗത്തെ ഏത് താമർബൂത്ത് അവസാനം ഒരു ക്ലോസ്ഡ് ത ഉണ്ടാവും. പക്ഷെ ചില നാമത്തിന് അത് എന്തുണ്ടാവില്ല, ക്ലോസ്ഡ് ത ഉണ്ടാവില്ല. നമ്മളിപ്പോ പറഞ്ഞ പോലെ ലൈല എന്നുള്ളതിന് അവസാനം ക്ലോസ്ഡ് ത ഇല്ല, പക്ഷെ അതെന്താണ്? ഒരു സ്ത്രീലിംഗ നാമമാണ്. അപ്പൊ ചില സ്ത്രീലിംഗ നാമത്തിന് അവസാനം ഈ ക്ലോസ്ഡ് ത ഇല്ലാത്ത നാമങ്ങളും ഉണ്ട്. അപ്പൊ നോർമൽ ആയിട്ട് ഒരു സ്ത്രീലിംഗ നാമത്തെ സൂചിപ്പിക്കുന്ന അവസാനം എന്തുണ്ടാവും? ത ഉണ്ടാവും. ആ ത ഇല്ലാത്ത, ക്ലോസ്ഡ് ത ഇല്ലാത്ത നാമങ്ങളും ഉണ്ട് സ്ത്രീലിംഗത്തിന്. അത് മനസ്സിലാക്കിയപ്പോൾ. പിന്നെ നമ്മൾ പഠിച്ചെന്ത്? തെൻവീൻ എന്തിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റിൽ പറഞ്ഞു തെൻവീൻ എന്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്? അതായത് ഡബിൾ സിമ്പൽ. ആണ്. പക്ഷെ നമ്മൾ അതിനെന്താ പറയാ? ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളത്. ഇൻഡെഫിനിറ്റ്. അത് തെൻവീന് വന്നാൽ എന്താണ്? ഇപ്പൊ ബൈത്തുൻ അവസാനം തെൻവീനാണ്. അപ്പൊ അതെന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. അതായത് സ്പെസിഫൈഡ് അല്ല, ഏതോ ഒരു വീടാണ് പറയുന്നത്. അപ്പൊ നമ്മള് അത് പറഞ്ഞു അവസാനം തെൻവീന് വരുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. പക്ഷെ ഒരു നാമത്തിന്റെ അവസാനം, ഇപ്പൊ ഒരു മനുഷ്യന്റെ നാമത്തിന്റെ അവസാനം എന്താണ്? ഹാമിദുൻ, മുഹമ്മദുൻ. അപ്പൊ അതൊക്കെ ഇൻഡെഫിനിറ്റ് ആണ്. ഹാമിദുൻ, മുഹമ്മദുൻ, യാസിറുൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് ആയ നാമമാണോ? അല്ല. അതെന്താണ്? ഇപ്പൊ പ്രോപ്പർ നൗൺ ഒക്കെ എന്താണ്? ഫീമെയിൽ അല്ല മെയിൽ പ്രോപ്പർ നൗൺ ഒക്കെ എന്താണ്? ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ടാണ് ആ പേരിന് കൂടെ അല്ലില്ലാത്തത്. അപ്പൊ ഹാമിദുൻ, മുഹമ്മദുൻ, യാസിറുൻ ഒക്കെ പറഞ്ഞാൽ എന്താണ്? അത് ഡെഫിനിറ്റ് ആണ്. അപ്പൊ അതിന്റെ അവസാനത്തെ തെൻവീന് സൂചിപ്പിക്കുന്നത് ഇൻഡെഫിനിറ്റ് അല്ല. അത് മനസ്സിലാക്കണം. പിന്നെ ഫീമെയിൽ പ്രോപ്പർ നൗണിന്റെ അവസാനം എന്തുണ്ടാവില്ല? തെൻവീന് നമ്മളിപ്പോ പറഞ്ഞ ബൈത്തുൻ, മക്തബുൻ, മസ്ജിദുൻ, ഇതിനൊക്കെ അവസാനം എന്തുണ്ട്? തെൻവീൻ ഉണ്ട്. അപ്പൊ തെൻവീന് നമ്മള് സാധാരണ ഇപ്പൊ തെൻവീൻ എന്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? അത് ഇൻഡെഫിനിറ്റിനെ സൂചിപ്പിക്കാൻ ഫസ്റ്റ് പറഞ്ഞു.
ഒരു ഇസ്മിന്റെ അവസാനം തെൻവീന് വന്നാല് അതെന്താണ്, ഇൻഡെഫിനിറ്റ് ആണ്, ആ വാക്ക് ഇൻഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊരു നാമത്തിന്, ഒരു പ്രോപ്പർ നൗണിന്റെ കൂടെ ഹാമിദുൻ, മുഹമ്മദുൻ, യാസിർ ഇതൊക്കെ പറയുമ്പോൾ എന്തുണ്ട്, അവസാനം തെൻവീൻ ഉണ്ട്, ഡബിൾ സിമ്പൽ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അത് എന്തല്ല, ഇൻഡെഫിനിറ്റ് അല്ല എന്നല്ല, ആ പേരെന്താണ്, ഡെഫിനിറ്റ് ആണ്, അത് സ്പെസിഫൈഡ് ആണ് അവിടെ. ഈ പ്രോപ്പർ നൗൺസ് ഇപ്പൊ മുഹമ്മദുൻ, യാസിർ, അങ്ങനെ പ്രോപ്പർ നൗൺസ് ഉണ്ടാവില്ല, മെയിൽ പ്രോപ്പർ നൗൺസ്, അതെന്താണ്, അത് ഡെഫിനിറ്റ് ആണ്. അതിന്റെ അവസാനം തെൻവീൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതെന്തല്ല, ഇൻഡെഫിനിറ്റ് അല്ല. നമ്മൾ നേരത്തെ പഠിച്ചത് പോലെ അല്ല മുഹമ്മദ് യാസിർ ഒരു പ്രോപ്പർ നൗണിന്റെ കൂടെ പറയുമ്പോൾ. ഓക്കെ, ആ നിയമം പ്രോപ്പർ നൗണിന്റെ കൂടെ ബാധകമല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ പഠിച്ചത് എന്താണ്, ബൈത്തുൻ, മസ്ജിദ് എന്നൊക്കെ പറയുമ്പോൾ അവസാനത്തെ തെൻവീൻ വരുമ്പോൾ എന്താണ്, ആ വാക്ക് എന്താണ്, ഇൻഡെഫിനിറ്റ് ആണെന്ന് പഠിച്ചത്. പക്ഷെ ആ നിയമം എന്തിന് ബാധകമല്ല, പ്രോപ്പർ നൗണിന് ബാധകമല്ല. അതുപോലെ തന്നെ എന്താണ്, ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്തുണ്ടാവില്ല, അവസാനം തെൻവീനും ഉണ്ടാവില്ല. അതായത് നമ്മൾ ആമിനത്തുൻ എന്ന് പറയില്ല, ആമീന, ആമിനത്തു, ആയിഷത്തു, ഫാത്തിമത്തു, അതിനൊന്നും എന്തില്ല, നമ്മൾ ഫീമെയിൽ പ്രോപ്പർ നൗൺ എന്ത് പറയാൻ പറ്റില്ല, തെൻവീൻ ഇട്ട് പറയാൻ പറ്റൂല. അതിന്റെ അവസാനം തെൻവീൻ ഉണ്ടാവില്ല ഫീമെയിൽ പ്രോപ്പർ നൗണിന്. മെയിൽ പ്രോപ്പർ നൗണിന് തെൻവീൻ ഉണ്ടാവും, പക്ഷെ ഫീമെയിൽ പ്രോപ്പർ നൗണിന് തെൻവീൻ ഉണ്ടാവില്ല. ഇനി മെയിൽ പ്രോപ്പർ നൗണിന് അവസാനം തെൻവീൻ ഉണ്ടാവും, അതുകൊണ്ട് എന്തല്ല, അത് ഇൻഡെഫിനിറ്റ് അല്ല. ആ തെൻവീനുള്ള നിയമം ഇവിടെ പ്രോപ്പർ നൗണിന് ബാധകമല്ല എന്നാണ് പറയുന്നത്. മലയാളം പറയോ? മലയാളം പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് പറഞ്ഞാല് അത് എന്താണ്, അത് ഏതൊരു കാര്യത്തെയാണ് പറയുന്നത്, ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഡെഫിനിറ്റ് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ ആയിട്ട് ഒരു കാര്യത്തെ അവിടെ പറയുന്നുണ്ട്, സ്പെസിഫൈഡ് ആയിട്ട് ഒരു കാര്യത്തെ ഉദ്ദേശിച്ചിട്ട് അവിടെ പറയാണ്. ഇപ്പൊ അൽ ബൈത്തു പറയുമ്പോ എന്താണ്, ഒരു വീടിനെ അവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത്, അൽ ബൈത്തു ദ ഹൗസ് എന്നാ പറയുന്നത്. പക്ഷെ അല്ല് കൂടാതെ ബൈത്തുൻ തെൻവീനിട്ട് പറയുമ്പോ എന്താണ്, അത് ഏതോ ഒരു വീടിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ആരാ ചോദിച്ച, മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞു. ആ, അതായത് ഒന്ന് നമ്മൾ ഒരു നാമത്തിന്റെ കൂടെ അല്ല് ഉണ്ടെങ്കിൽ ആ നാമം എന്താണ്, അതായത് നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈത്തുൻ അൽ ബൈത്തു, ഇതിൽ ഞങ്ങൾ കേൾക്കാം, ബൈത്തുൻ അൽ ബൈത്തു. അപ്പൊ ഇതിലുള്ള വ്യത്യാസം എന്താ വെച്ചാല്, ബൈത്തുൻ എന്നുള്ളതിൽ അവസാനം എന്തുണ്ട്, തെൻവീനാ ഉള്ളത്, ബൈത്തുൻ. അതെന്താണ്, ഇൻഡെഫിനിറ്റ്, അത് ഏതോ ഒരു വീടിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ബൈത്തുൻ ഏതോ ഒരു വീടാണ്. പക്ഷെ അല്ല, ആ നാമത്തിന്റെ കൂടെ വരുമ്പോ അൽ ബൈത്ത് പറയുമ്പോ അതൊരു പ്രത്യേക ഒരു വീടിനെ അവിടെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, അൽ വരുമ്പോ. അപ്പൊ ആ നാമം എന്താ, അതിനാണ് ഇൻഡെഫിനിറ്റ് പറയുന്നത്. ഇൻഡെഫിനിറ്റ് പറയുകയാണെങ്കിൽ ഏതോ ഒരു കാര്യത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡെഫിനിറ്റ് പറഞ്ഞാൽ അവിടെ പ്രത്യേക ഒരു കാര്യത്തെ എന്ത് ചെയ്തിട്ട് ഉദ്ദേശിക്കണം, സ്പെസിഫൈഡ് ചെയ്ത് ഉദ്ദേശിക്കണം. മനസ്സിലായില്ലേ ചോദിക്കണം കേട്ടോ. ഇത് രണ്ടും ഓക്കെ അല്ലേ? അയിനാന്ന് പറഞ്ഞ അയിന എവിടെ, വേറെന്നല്ല, അയിന. അപ്പൊ വാ കൂടുമ്പോ എവിടെ, വ അയിന, അതെവിടാ പറയുന്നത്, അവ അയിന പറഞ്ഞ ആൻഡ് വേർ. അതായത് ഇവിടെ എന്താ ചോദിക്കുന്നത്, അയിന മുഹമ്മദൻ, വേർ ഈസ് മുഹമ്മദ്. അത് നമ്മള് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ നമുക്ക് കിട്ടൂല, പക്ഷെ ഇംഗ്ലീഷിൽ അർത്ഥം പറയുമ്പോൾ ഇവിടെ കിട്ടാം. ഇവിടെ അയിന മുഹമ്മദൻ വ അയിന യാസിർ എന്നാണ്. അപ്പൊ അയിന മുഹമ്മദൻ, വേർ ഈസ് മുഹമ്മദ് ആൻഡ് വേർ ഈസ് യാസിർ എന്നാണ്. ആൻഡ് വേർ ഈസ് യാസിർ. പക്ഷെ മലയാളത്തിൽ നമുക്ക് പറയുമ്പോൾ അങ്ങനെ കിട്ടൂല. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയില്ലേ, മുഹമ്മദ് എവിടെ, യാസിറും എവിടെ, അങ്ങനെ ചോദിക്കുക. അപ്പൊ നമുക്ക് അർത്ഥം മനസ്സിലാവില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വേർ ഈസ് മുഹമ്മദ് ആൻഡ് വേർ ഈസ് യാസിർ, അവിടെ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അയിന ആമിന ആൻഡ് വേർ ഈസ് ആമിന. ഇവിടെ കണ്ടില്ലേ, മുഹമ്മദും യാസിനും ഒക്കെ തെൻവീൻ ഉണ്ട്, പക്ഷെ ഒരു ഫീമെയിൽ പ്രോപ്പർ സ്ത്രീലിംഗ നാമം വന്നപ്പോ എന്ത് ചെയ്ത്, ഈ തെൻവീന് പോയി. ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്തുണ്ടാവുള്ളൂ, ഒരു തെൻവീൻ ഉണ്ടാവില്ല, ഒന്നുണ്ടാവുള്ളൂ. പിന്നെ വേറെന്താണ് ഡൗട്ട്? വേറെ എന്താ ഡൗട്ട് ഉള്ള? ഒരു മിനിറ്റ്.
ഇനി അടുത്തത് അടുത്തത് ഫോർത്തിലെ പാർട്ട് ബി. മറ്റുള്ള ഒരു ഡൗട്ടും ഇല്ലല്ലോ. നമ്മൾ എന്ത് പഠിച്ച്? ഒരു നാമത്തിന്റെ മുമ്പ് ഫി ഇല എന്ന് വന്നിട്ടാണെങ്കിൽ ഫി ഇല എന്നല്ല അല്ല ഫി ഇല എന്നാ പഠിച്ചത്? പി അല ഫി അല. ഫി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ മലയാളത്തിൽ പറയുമ്പോ ഇല്ല്, വീട്ടിൽ, പള്ളിയിൽ, അങ്ങനെ. അല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മേൽ, അതായത് എന്നുള്ള അർത്ഥം. ഇനി രണ്ട് പ്രൊപ്പോസിഷൻ കൂടി ഇംഗ്ലീഷിൽ പറയുന്ന പ്രൊപ്പോസിഷൻ ആണ്, അറബിയിൽ പറയുമ്പോൾ ഹർഫിൽ ചേർന്ന്. ഇനി രണ്ടും കൂടി പഠിക്കാൻ പോവാണ് എന്ത്? മിന്നും ഇലയും. മിന്നും. അപ്പൊ ഫി അല മിൻ ഇല, ഈ 4 വാക്കുകൾ വന്നിട്ടാണെങ്കിൽ, ഈ 4 ഹർഫുകൾ വന്നിട്ടാണെങ്കിൽ അതിന്റെ ശേഷമുള്ള നാമത്തിന് എന്ത് കൊടുക്കണം? കസ്റ് കൊടുക്കണം. കസ്റ് കൊടുക്കണം. അപ്പൊ എന്താണ് മിന്ന് പറഞ്ഞാൽ എന്താ? മിൻ പറഞ്ഞാല് ഫ്രം, അതായത് വീട്ടിൽ നിന്ന്. മിനൽ ബൈത്ത് പറഞ്ഞ വീട്ടിൽ നിന്ന്. ഇലാന്ന് പറഞ്ഞിട്ടാണെങ്കിലോ ലേക്ക്. ലേക്ക്. മലയാളത്തിൽ പറയുമ്പോ ലേക്ക്, ഇംഗ്ലീഷിൽ പറയുമ്പോ ടു. ടു ദി മോസ്ക്, പള്ളിയിലേക്ക്, അങ്ങനെ അർത്ഥം വരും. അപ്പൊ ഇവിടെ നമ്മള് മിന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ മിന്നിന് എന്താ ഇവിടെ ഫത്ഹ് വന്നത്? അവിടെ മിന്നിനാണ് സാധാരണ ഈ ഹർഫ്, പക്ഷെ ഇവിടെ മിന്നിന് എന്തുകൊണ്ട് ഫത്ഹ് വന്നു? അതിന്റെ ശേഷമുള്ള നാമത്തിന് എന്താണുള്ളത്? അതിന്റെ ശേഷമുള്ള നാമത്തിന് എന്താണുള്ളത്? അലിഫ് വന്നു. അല്ലുള്ള നാമാണ് വന്നത്. അപ്പൊ അതിലേക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫത്ഹ് കൊടുത്തത്. മിനൽ ബൈത്തി. നമ്മള് മിൻ ബൈത്തി പറയുമ്പോ നമുക്ക് ഇവിടെ അല്ലിന് പ്രൊനൗൺസിയേഷൻ കിട്ടൂല. അപ്പൊ വായിക്കാൻ മിൻ അൽ ബൈത്തി വായിക്കേണ്ടി വരും. ഇത് ഹുറൂഫി ഷംസിയല്ലല്ലോ, ഹുറൂഫി കമരിയല്ല. അപ്പൊ അല്ല് ഇവിടെ വായിക്കണം. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ മിൻ അൽ ബൈത്തി വായിക്കാൻ കഴിയൂല. അപ്പൊ കഴിയൂല എന്നുള്ള കുറച്ച് ഒരു ഇതാണ്, സുഖമില്ല. പക്ഷെ എന്താണ്, നമ്മളെ മിനൽ ബൈത്തി പറയുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഈസി ആയി അവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഫത്ഹ് ഇട്ടത്, മിനൽ ബൈത്തി. അപ്പൊ എന്താ? വീട്ടിൽ നിന്ന്, ഫ്രം ദി ഹൗസ്, വീട്ടിൽ നിന്ന്. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്, ടു ദി മോസ്ക്, പള്ളിയിലേക്ക്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഇതിൽ പഠിച്ചത് അന അൻത, രണ്ട് പ്രോണൗൺസ് ആണ് പഠിക്കുന്നത്. രണ്ട് ലോമിയറുകൾ, രണ്ട് സർവനാമങ്ങൾ. അന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഉപയോഗിക്കാം? ഞാൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആർക്കൊക്കെ ഉപയോഗിക്കാം? ഫീമെയിലിനും ഉപയോഗിക്കാം, മെയിലിനും ഉപയോഗിക്കാം. അതിനാന്നല്ല ലോമിയർ, മെയിലിനും ഉപയോഗിക്കാം, ഫീമെയിലിനും ഉപയോഗിക്കാം. രണ്ടാൾക്കും എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. പിന്നെ അൻത എന്നുള്ള സർവനാമം, അൻത. അൻത പറഞ്ഞാൽ നീ, അതായത് നീ ഒരു ആണ് എന്നാണ് അവിടെ പറയാ. നീ ഒരു ആണ്, നീ ഒരു പുരുഷൻ. അൻത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ വേറെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ അൻത എന്നാണ് പഠിക്കുന്നത്. അപ്പൊ അൻത എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഒരു ആണ്. അൻത അത് പുല്ലിംഗത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് പുല്ലിംഗത്തിന് ഏകവചനം, ബഹുവചനം എന്നല്ല, ഒരാളോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. മീൻ അതിന് അൻത വെച്ചിട്ടാണെങ്കിൽ നീ എവിടെ നിന്നാണെന്നാണ്. അപ്പൊ അവിടെ ഏകവചനാണ്, സിംഗുലർ ആണ്. അപ്പൊ ബഹുവചനമൊക്കെ പിന്നെ ഉള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? ഏകവചനാണ്. നീ ഒരു ആണ്. പിന്നെ ഇതിൽ പഠിക്കുന്നത് വേറെ രണ്ട് രണ്ട് ക്രിയകൾ പഠിച്ചു. ഒന്ന് ദഹബ. ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. പുറപ്പെട്ടു. അപ്പൊ ഇനി നിങ്ങൾ ഈ സെന്റൻസ് നോക്കി, അത് സ്ത്രീലിംഗാണ്. ദഹബ എന്നുള്ളത് സ്ത്രീലിംഗാണ്, പുല്ലിംഗാണ്? കട്ടായി പോയി. കേട്ടില്ല പറഞ്ഞ? മുറിഞ്ഞു പോയത് കേട്ടില്ല ശരിക്കും. ഓക്കെ. ഇനി രണ്ടെണ്ണം പഠിക്കാനുള്ളത് എന്താണ്? അന അനത്ത കഴിഞ്ഞിട്ടാണെങ്കിൽ അന എന്നുള്ളത് സ്ത്രീലിംഗത്തിന് പുല്ലിംഗത്തിന് ഉപയോഗിക്കുക. അനത്ത എന്നുള്ളത് എന്താണ്? പുല്ലിംഗ ഏകവചനമാണ്. ഒരു ആണിനോട് മാത്രമാണ് ചോദിക്കാൻ പാടില്ല, അതായത് ഒരു ആണിനോട്. ബഹുവചനം പിന്നത്തെ ഉള്ള പാഠത്തിലുണ്ട്. ഇവിടെ പഠിക്കുന്ന അനത്ത എന്നുള്ളത് എന്താണ്?
ഏകവചന പുല്ലിംഗമാണ്. അപ്പൊ ഒരു ആണിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ഇവിടെ പഠിക്കാൻ പോകുന്നത് ദഹബ ക്രിയകളാണ് പഠിക്കുന്നത്. ദഹബ, ഖറജ. ദഹബ പറഞ്ഞാല് സ്ത്രീലിംഗാണ് പുല്ലിംഗാണോ? ദഹബ പുല്ലിംഗം. എന്നുള്ളത് സ്ത്രീലിംഗം. അവൻ ആ ഖറജ എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. അവൻ പോയി. ദഹബ പറഞ്ഞാൽ അവൻ പോയി. ഖറജ പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇവിടെ നിങ്ങൾ ഈ സെന്റൻസ് നോക്കി. ഐന ദഹബ, അവൻ എവിടേക്കാണ് പോയത്? അപ്പൊ മുഹമ്മദ് പറയാണ് ദഹബ ഇലൽ മുദീരി, അവൻ ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഇവിടെ കർത്താവിനെ പറഞ്ഞിക്കണം. കർത്താവ് പറഞ്ഞ സബ്ജക്റ്റിനെ പറഞ്ഞിക്കണം. ആ അപ്പൊ സബ്ജക്റ്റിന് ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് പറയുന്നത്? ദഹബ എന്ന പോയി. ക്രിയയുടെ അവൻ ഉള്ളിൽ എന്താണ്? പോയി. ഈ അവനുള്ള കർത്താവ്, അവനുള്ള കർത്താവ് അഥവാ സബ്ജക്റ്റ് ഒഴിഞ്ഞു കിടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? അവൻ ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയണം. ഇനി നിങ്ങൾ അടുത്ത സെന്റൻസ് നോക്കി. ഐന ദഹബ അലിയുൻ. ഇവിടെ എന്ത് ചെയ്തിക്കണ? ഐന ദഹബ അലിയുൻ, അലി എവിടേക്കാണ് പോയത്? അപ്പൊ ഇവിടെ എന്ത് ചെയ്തിക്കണേ? നേരത്തെ സെന്റൻസിൽ നമ്മള് സബ്ജക്റ്റിനെ എടുത്ത് പറഞ്ഞിട്ടില്ല. സബ്ജക്റ്റ് ആ ക്രിയന്റെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കാണ്. ഇവിടെ എന്ത് ചെയ്തിക്കണേ? സബ്ജക്റ്റിനെ അവിടെ എടുത്ത് പറഞ്ഞിരിക്കണേ. ദഹബ അലി എന്നുള്ളത് ഒരു സബ്ജക്റ്റ് ആണ്, Subject. കർത്താവാണ്. അപ്പൊ സബ്ജക്റ്റിനെ അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അർത്ഥം പറയേണ്ടത് എങ്ങനെയാണ്? അവൻ അലി അവൻ അലി പോയി എന്നാണോ, അലി പോയി എന്നാണ് പറയേണ്ടത്? അലി പോയി. അപ്പൊ ഐന ദഹബ അലിയും, അലി എവിടേക്കാണ് പോയത്, അല്ലാതെ അവൻ അലി എവിടേക്കാണ് പോയത് അർത്ഥം പറയരുത്. കാരണം എന്താണ്? നേരത്തെ സെന്റൻസിൽ ഇവിടെ സബ്ജക്റ്റിനെ എടുത്ത് പറഞ്ഞിട്ടില്ല. സബ്ജക്റ്റ് അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കാണ്, അഥവാ കർത്താവ്. അതായത് ആ പ്രവൃത്തി ചെയ്ത ആള്, ദഹബ എന്ന പോയി എന്ന പ്രവൃത്തി ചെയ്ത ആൾക്കാണ് കർത്താവ് എന്ന് പറയുന്നത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ദഹബ പോയി എന്നുള്ള പ്രവൃത്തി ആരാണ് ചെയ്തത്? അയാൾക്കാണ് പറയുന്നത് എന്ത്? കർത്താവ് എന്നത്, അഥവാ സബ്ജക്റ്റ്. അറബിയിൽ പറയുമ്പോ ഫായില്. അപ്പൊ ഇവിടെ കർത്താവിനെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല, അഥവാ സബ്ജക്റ്റിനെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. സബ്ജക്റ്റ് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അവൻ ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റിനെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദഹബ അലിയു. അവ സബ്ജക്റ്റിനെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അർത്ഥം പറയുമ്പോൾ എന്ത് പറയുന്നത്? അവൻ അലി എവിടേക്കാണ് പോയത് പറയരുത്, അലി എവിടേക്കാണ് പോയത് പറഞ്ഞാൽ മതി. കാരണം ഇവിടെ സബ്ജക്റ്റിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സബ്ജക്റ്റിനെ അല്ല, സബ്ജക്റ്റിനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ക്രിയന്റെ അടുത്ത് വരുന്ന വാക്കിന് ആണെങ്കിൽ അതെന്തായിരിക്കും? അത് സബ്ജക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് പറഞ്ഞാല് ഞാൻ പറഞ്ഞ മാതിരി ആരാണ് പ്രവൃത്തി ചെയ്തത് അയാൾക്ക്. വൺ ഹു ഡൺ ദ സബ്ജക്ട് എങ്ങനെ ആക്ഷൻ. അറിയാവുന്നത്? അതായത് നമുക്കിപ്പോ റഹബ എന്ന് പറഞ്ഞാല് ക്രിയ ആണെന്ന് അറിയില്ല, ഒരു വെർബാണെന്ന് അറിയാം. റഹബ എന്നുള്ളത് നമ്മൾ പഠിച്ച്, റഹബ ഖറജ എന്നുള്ളത് ഒരു വെർബാണ്, ഒരു ക്രിയ ആണ് നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ സബ്ജക്റ്റിനെ മനസ്സിലാവും. സബ്ജക്റ്റിനെ അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാണെങ്കിൽ എങ്ങനെയാ നോക്കാം? അതിന്റെ ശേഷമുള്ള നാമത്തിൽ വരുന്ന പദത്തിന് എന്താണ് നോക്കാം? ലൊമ്മാണ് നോക്കാം. കർത്താവിനെ പോയി ലൊമ്മായിരിക്കും അതിന്റെ അടയാളം വരാം. കർത്താവിന്റെ അടയാളം ലൊമ്മത്താണ്. മനസ്സിലായോ? ആ അപ്പൊ കർത്താവിനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന് മനസ്സിലാവണമെങ്കിൽ അതിന്റെ അടുത്തുള്ള വാക്കിന് എന്താണ്? ലൊമ്മാണ് നോക്കാം. ലൊമ്മാണെങ്കിൽ അതെന്താണ്? സബ്ജക്റ്റ് ആണ്, അഥവാ കർത്താവാണ്. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടോ നോക്കി. അതുപോലെ തന്നെ ഖറജ. ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി. ലൊമ്മ തൻവീനുള്ളത് ഒരാലോ അല്ലെ? ആ തെമീനുള്ളത് വരാം. ഇവിടെ അലിയും തെമീനല്ല വന്നത്. അതെ ഞാനത് ലൊമ്മെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് അതാണ് ഞാൻ ചോദിച്ചത്. അബ്ബാസും ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അലിയുൻ തൻവീനാവാം. ആ തെമീനും ആവാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ ചാപ്റ്ററിൽ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ. ഇനി അങ്ങോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോകട്ടെ. ഇനി ഒരു ഡൗട്ട് ഉണ്ടാവാൻ പറ്റില്ല.
ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കി. ഒന്നാമത്തത് അൽ കിതാബു അൽ കിതാബു في المكتب മോൾ അൽ അല കിതാബ് അലൽ ആ മക്തബി അലൽ മക്തബി ടേബിളിന്റെ മേലെയാണ് ബുക്ക്. ടേബിളിൽ ആണെന്ന് പറയില്ലല്ലോ, നമ്മള് ടേബിളിന്റെ മേൽ എന്നല്ല പറയാം, ടേബിളിൽ പറയില്ല. ടേബിളിന്റെ മേൽ ആണ് പുസ്തകം. ഇനി അടുത്തത് 2. ത്വാലിബു الطالب അത്താലിബു ഫിൽ ഫിൽ ഫസ്ൽ ഫസ്ൽ ഫിൽ ഫസീലി. വിദ്യാർത്ഥി എവിടെയാണ്? ക്ലാസ്സിലാകുന്നു. ക്ലാസ് റൂമിൽ അപ്പൊ ഫസല് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് ക്ലാസ്. 3 ذهب ഹാമിദു إلى الجامعة ഇലൽ ജാമിയത്തി. ദഹബ ഹാമിദുൻ. ഹാമിദ് ഇവിടെ ഹാമിദിന് സബ്ജക്റ്റിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഹാമിദ്. അപ്പൊ ഹാമിദ് പോയത് എവിടേക്കാണ്? ഇലൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലേക്കാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് ഇനി 4 خرج خرج المدير المدير من المدرسة മദ്രസത്തി മിനൽ മദ്രസത്തി. ഹറജൽ മുദീറു. മുദീർ ഹെഡ് മാസ്റ്റർ പുറപ്പെട്ടു. മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്ന്. മദ്രസത്തി ഇനി അടുത്ത 5 ذهب محمد من الصين إلى اليابان അവിടെ എന്താ വരുന്നത്? ദഹബ മുഹമ്മദ്. മുഹമ്മദ് പോയി. മുഹമ്മദ് പുറപ്പെട്ടു. മിനസീനി സീന് പറഞ്ഞ എന്തേനു? ചൈന ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്ന്. ജപ്പാനിലേക്ക് ചൈനയിൽ നിന്ന് എങ്ങോട്ട് പോയി? യാവാൻ യാപ്പാൻ, ജപ്പാനിലേക്ക് പോയി. ജപ്പാനിലേക്ക് പോയി. മുഹമ്മദ് went from ചൈന ടു ജപ്പാൻ. മുഹമ്മദ് ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് പോയി. to Japan. നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാൻ കഴിയുന്നുണ്ട്? അറബി ഓരോ സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങളെ ഇപ്പം ഇതുവരെ പഠിച്ച അതിൽ വെച്ചിട്ട് ഓരോ സെന്റൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ സെന്റൻസുകളൊക്കെ അറബിയില്? പറയട്ടെ. എന്നാ ഞാൻ ചോദിച്ചോ കേട്ടാ, അടുത്തയില് കിടക്കുന്നെങ്കിൽ അല്ല ഇതും കൂടി കഴിഞ്ഞിട്ട് ചോദിച്ചു. ഇനി അടുത്തത് 5 എന്തിന്? ഇടയ്ക്ക് മറന്നു പോകണ്ടോ? മുറിഞ്ഞു പോണ്ടോ? നെറ്റിനെന്ത് പ്രശ്നമായിട്ട്? 5ാമത്തെ ചാപ്റ്റർ അദ്ദർസുൽ ഖാമിസോ. 5th ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ. അപ്പൊ ഇങ്ങനെ പറയുന്ന നമ്പേഴ്സിന് എന്തിനു പറയാം? അദ്ദർസുൽ ഓർഡിനറി നമ്പേഴ്സ് ആണ് പറയാം. അതായത് വാഹിദുൽ ഇസ്നാനി സലാസ അല്ല. അദ്ദർസു ഒന്നാമത്തെ 5ാമത്തെ സാനി സാലിസ് റാബിയ ഖാമിസ്. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ഇതിന് പറയുന്ന പേരാണ് ഓർഡിനറി നമ്പേഴ്സ്. ഓർഡിനറി ദർസുൽ ഖാമിസ്. ഇതിലെന്താ പഠിക്കുന്നത്? മുലാഫ് വ മുലാഫ് ഇലൈഹി അഥവാ ഇന്ത്യയുടെ അർത്ഥം വരുന്നത്. അതായത് മുഹമ്മദിന്റെ പുസ്തകം, ഹാമിദിന്റെ പേന. അങ്ങനെ ഇന്ത്യ നമ്മൾ മലയാളത്തിൽ പറയുമ്പോ ഇന്ത്യ സംസാരിക്കുമ്പോ ഇന്ത്യയുടെ അർത്ഥം കിട്ടുന്നതിനാണ് പറയുന്നത് മുലാഫ് വ മുലാഫ് ഇലൈഹി. മലയാളത്തിൽ പറയുമ്പോ സംബന്ധിക വിഭക്തി. സംബന്ധിക വിഭക്തി. മുലാഫിന് പിന്നെ മുലാഫിലിന്റെ പ്രത്യേകത എന്താണ്? മുലാഫ് പറയുന്നത് എന്താണ്? ഏത് ഇസ്മാണോ ചേർക്കുന്നത്, ഏത് നാമമാണോ ചേർക്കുന്നത് അതിനാണ് മുലാഫ് ഇലൈഹി പറയാ. മുലാഫ് പറയാ. മുലാഫ് ഇലൈഹി പറഞ്ഞാൽ ഏത് ഇസ്മിലേക്കാണോ ചേർക്കുന്നത്. അതായത് ഇപ്പൊ കിതാബ് മുഹമ്മദിൻ, കിതാബ് എന്നുള്ള ഇസ്മ ഏതിലേക്കാ ചേർക്കുന്നത്? അപ്പൊ കിതാബ് പറഞ്ഞാൽ ഏത് ഇസ്മാണോ ചേർക്കുന്നത്, മുഹമ്മദ് പറഞ്ഞാൽ ഏതിലേക്കാണോ ചേർക്കുന്നത് അതാണ് പറയാം. അപ്പൊ കിതാബ് എന്നുള്ള ഇസ്മ മുഹമ്മദിലേക്കാണ് ചേർത്തത്. അപ്പൊ അതിനാണ് അതായത് മലയാളത്തിൽ പറയുന്ന സംബന്ധിക വിഭക്തി, അറബിയിൽ പറയുമ്പോൾ മുലാഫ് മുലാഫിലെ ഇലാഫത്ത് എന്ന് പറയും. അപ്പൊ പിന്നെ മുലാഫിലേന്റെ പ്രത്യേകതകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുലാഫിന്റെ പ്രത്യേകത എന്താണ്? മുലാഫിന്റെ അടയാളം എന്താണ്? സെന്റൻസിന്റെ അവസ്ഥക്ക് അനുസരിച്ച് അവസാനം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ എന്താണ്? ആ കിതാബ് മുഹമ്മദിൻ എന്നാണുള്ളത്, അവിടെ നമ്മത്താണുള്ളത്. പക്ഷെ അതെന്താണ്? അവസ്ഥക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേ നിൽക്കും. മുലാഫിന്റെ അടയാളം ചിലപ്പോ ലൊമ്മയ്ക്ക്, ചിലപ്പോ കസറായിരിക്കാം. അങ്ങനെ അവസ്ഥക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് മുലാഫിന്റെ അടയാളം. പിന്നെ മുലാഫ് എന്താണ്?
ഡെഫിനിറ്റീവ് അല്ല ഇൻഡെഫിനിറ്റീവ് അല്ല. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ വരെ പറഞ്ഞത് എന്താണ്? ഒരു നാമത്തിന്റെ കൂടെ തെൻവീൻ ഉണ്ടെങ്കിൽ അതെന്താണ്? അത് ഇൻഡെഫിനിറ്റ് ആണ്. Indefinite ആണ്. തെൻവീൻ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെഫിനിറ്റ് ആണ്. പക്ഷെ കിതാബിന് മുലാഫിന് ഇവിടെ എന്തുണ്ടാവില്ല? അല്ലും ഉണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. അതാണ് പറയുന്നത് മുലാഫ് ഇൻഡെഫിനിറ്റീവ് അല്ല ഇൻഡെഫിനിറ്റീവ് അല്ല. മുലാഫിന് അല്ലും ഉണ്ടാവില്ല, തെൻവീനും ഉണ്ടാവാൻ പറ്റില്ല. അതായത് അൽ കിതാബ് മുഹമ്മദിന്നോ കിതാബുൻ മുഹമ്മദിന്നോ പറയാൻ പറ്റൂല. ഒന്നും കൂടി ഞാൻ പറയാണ്. ഇങ്ങനെ പറയുമ്പോ അൽ കിതാബ് മുഹമ്മദിൻ എന്നും കിതാബുൻ മുഹമ്മദിൻ എന്നും പറയാൻ പാടില്ല. കാരണം എന്താണ്? ഞാൻ ഇപ്പൊ പറഞ്ഞ മാതിരി മുലാഫ് എന്നുള്ളത് എന്താണ്? മുഹമ്മദ്. ഡെഫിനിറ്റീവ് അല്ല ഇൻഡെഫിനിറ്റീവ് അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മുലാഫിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. മുലാഫ് എന്താണ്? നമുക്ക് സ്ഥാനം കൊണ്ട് നമുക്ക് കണ്ടാൽ തോന്നുന്നത് അത് ഡെഫിനിറ്റ് ആണ്. കാരണം അതിനെന്തില്ല? തെൻവീൻ ഇല്ല, ഉണ്ടാവില്ലല്ലോ. മുലാഫിന് തെൻവീൻ ഇല്ല. അപ്പൊ നമുക്ക് നമ്മള് പഠിച്ചതനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ എന്തുണ്ടാവും? അത് ഡെഫിനിറ്റ് ആണെന്ന് തോന്നും. പക്ഷെ അതിന് അല്ലും ഇല്ല. അപ്പൊ അതാണ് പറയുന്നത് മുലാഫ് എന്താ? ഡെഫിനിറ്റീവ് അല്ല ഇൻഡെഫിനിറ്റീവ് അല്ല. മുലാഫ് എന്താണ്? ഇങ്ങനത്തെ തന്നെയാണ്. മുലാഫിന് എന്തുണ്ടാവാൻ പറ്റൂല? അല്ലും ഉണ്ടാവാൻ പറ്റൂല, തെൻവീനും ഉണ്ടാവാൻ പറ്റൂല. അതാണ് മുലാഫിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത് മുലാഫ് ഇലേഹി. പിന്നെ മുലാഫിന് എന്താണ്? അത് ഓരോ അവസ്ഥക്കനുസരിച്ച് മുലാഫിന്റെ അവസാനം മാറിക്കൊണ്ട് നിൽക്കും. അതിന് ലൊമ്മാണെന്ന് ആവണമെന്നില്ല, ചിലപ്പോ കസറാവാം. അങ്ങനെ അവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മുലാഫിന്റെ അടയാളം. പക്ഷെ മുലാഫ് ഇലേക്ക് എപ്പോഴും കസറായിരിക്കും. അതവിടെ ഇതാണ്. മുലാഫിലേക്ക് എപ്പോഴും കസറായിരിക്കും. മുലാഫിലേക്ക് എപ്പോഴും കസറായിരിക്കണം. അപ്പൊ അവിടെ അല്ലുണ്ടെങ്കിൽ ഒരു കസറ്. ഇനി അല്ല് ഇല്ലെങ്കിൽ എന്താണ്? തെൻവീനുള്ള കസറ് കൊടുക്കണം. 2 ഡബിളിങ് കൊടുക്കണം. ഇപ്പൊ ഇവിടെ മുഹമ്മദിൻ എന്നാണ്. അപ്പൊ മുഹമ്മദിൻ എന്താണ്? തെൻവീന് കൊടുക്കണം. അപ്പൊ മുഹമ്മദിൻ എന്നായി. മനസ്സിലായോ? കസറായിരിക്കും എന്ന് പറയുമ്പോ ചേർക്കപ്പെടുന്നത് കസറായിരിക്കും. ഏത് ഇസ്മിലേക്കാണ് ചേർക്കപ്പെടുന്നത്? അതായത് കിതാബ് എന്നുള്ള ഇസ്മ മുഹമ്മദിലേക്ക് ഇവിടെ ചേർത്തത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുലാഫിന് ഒരു പ്രത്യേക അടയാളം ഇല്ല. അത് അവസ്ഥക്കനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. പിന്നെ എന്തല്ല? മുലാഫ് എന്തല്ല? ഡെഫിനിറ്റീവ് അല്ല ഇൻഡെഫിനിറ്റീവ് അല്ല. പക്ഷെ മുലാഫിലേക്ക് എന്തായിരിക്കണം? മുലാഫിലേക്ക് കസറായിരിക്കും. അത് ഏതവസ്ഥയിലാണെങ്കിലും മുലാഫിലേക്ക് എന്താണ്? കസറാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ അല്ലില്ലാത്ത ഉദാഹരണം കണ്ടത് കിതാബ് മുഹമ്മദിന്റെ പുസ്തകം. ഇവിടെ നോക്കി, കലമുൽ മുദദ്ദിസി ഇവിടെ എന്താണ്? അല്ല് വന്നതിനോണ്ട് ഒരു കസറ്. അല്ല് വന്നാൽ എന്തിടാൻ പറ്റില്ല? തെൻവീന് ഇടാൻ പറ്റില്ല. അപ്പൊ ഒരു കസറ്. കലമുൽ മുദദ്ദിസി അധ്യാപകന്റെ പേന. കലമുൽ മുദദ്ദിസി അധ്യാപകന്റെ പേന. പിന്നെ അടുത്ത കാര്യം, ഈ സെന്റൻസ് നോക്കി. ഈ ബ്ലൂയിൽ റെഡിൽ സ്ക്രീനിൽ നോക്കണേ. കലമു മൻ ഹാദ യാ അലിയു. ഇത് മാത്രം നോക്കിയാൽ മതി. കലമു മൻ ഹാദ. അതിനർത്ഥം എന്താണ്? ഈ പേന ആരുടേതാണ്? മണ്ണുള്ളത് എന്തായി? മണ്ണെന്നുള്ളത് എന്തായി? മുദാഫ് അല്ല കലമു മുദാഫിലേക്ക് മുലാഫിലേഹി. മണ്ണിന് ആരുടെ അർത്ഥം കിട്ടിയില്ല? ആരുടെ പേനയാണ് ഇത് എന്നാണ് ചോദിക്കുന്നത്. കലമു മൻ ഹാദ, ആരുടെ പേനയാണ് ഇത്? അപ്പൊ കലമു എന്നുള്ളത് എന്താണ്? മുലാഫാണ്. മണ്ണെന്നുള്ളത് എന്താണ്? മുലാഫ് ഇലേഹിയാണ്. അപ്പൊ മണ്ണിന് എന്തുകൊണ്ട് കസറ് കൊടുക്കുക? ഞാൻ പറഞ്ഞു മുലാഫിലേക്ക് ഏത് അവസ്ഥയിലാണെങ്കിലും കസറ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് മണ്ണിന് കസറ് കൊടുത്തില്ല? കാരണം എന്താണ്? മണ്ണെന്നുള്ളത് എന്താണ്? അവസ്ഥക്കനുസരിച്ച് സ്വീകരിക്കില്ല. അവസ്ഥക്കനുസരിച്ചിട്ട് മാറൂല. അതായത് മണ്ണിന് സുക്കൂനാണ്. അത് ഏത് അവസ്ഥയിലും സുക്കൂൻ ആയിക്കൊണ്ടിരിക്കും. അതിന് മുലാഫ് ഇലേഹി ആയതുകൊണ്ടോ ഒരവസ്ഥയിൽ എന്തെങ്കിലും ആ സുക്കൂന് മാറൂല. അങ്ങനത്തെ കുറെ ഇസ്മുകൾ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. എന്താ ഏത് അവസ്ഥയിലും അവസാനത്തെ അടയാളം മാറാത്തത്. അതിലൊന്നാണ് എന്ത്? മണ്ണെന്നുള്ളത് എന്തെയില്ല? അവസ്ഥക്ക് അനുസരിച്ച് എന്ത് മാറൂല? മണ്ണിന്റെ അവസാനം മാറില്ല. അപ്പൊ ഇവിടെ മണ്ണെന്നുള്ളത് മുലാഫ് ഇലേഹിയാണ്. പക്ഷെ മുലാഫിലേക്ക് ഞാൻ പറഞ്ഞ കസറാണ് വേണ്ടത്. പക്ഷെ എന്താണ്?
സ്ഥാനം കൊണ്ട് മുലാഫിലേക്കാണ്. പക്ഷെ എന്തിനാ കെട്ടിട്ട് സ്വീകരിക്കും. കാരണം എന്താണ് മഞ്ഞ എന്നുള്ളത് മാറാതെ ഏത് അവസ്ഥയിലും മാറാതെ നിൽക്കുന്ന ഒരു അർത്ഥമാണ് എന്ത് മഞ്ഞ എന്നുള്ളത്. അപ്പൊ കലമു മൻ ഹാദ വെച്ചാൽ ഇത് ആരുടെ പേനയാണ്, ഈ പേന ആരുടേതാണ്. അപ്പൊ മഞ്ഞ എന്നുള്ളത് മുലാഫിലേഹിയാണ്. പക്ഷെ എന്തില്ല മണ്ണിന്റെ കസറ് സ്വീകരിക്കും. കാരണം എന്താണ് മണ്ണിന്റെ അവസാനം ഏത് അവസ്ഥയിലും എന്തെയില്ല മാറൂല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും മണ്ണിന്റെ അവസാനം. പിന്നെ അടുത്തത് ഇവിടെ നമ്മൾ പറഞ്ഞ് മെയിൽ പ്രോപ്പർ നൗണിന് തെൻവീന് വേണമെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ചാപ്റ്ററില്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് യാ അലിയോ തെൻവീന് ഇല്ലാത്തത്, അതായത് ഡബിൾ സിമ്പൽ ഇല്ലാത്തത്? ഈ യാ വന്നത് കൊണ്ട്. അപ്പൊ ഈ യാ വന്നതാണെങ്കിൽ എന്തിടാൻ പറ്റില്ല, തെൻവീന് ഇടാൻ പറ്റില്ല. അപ്പൊ എന്താണ് യാ അലിയു. അപ്പൊ ഈ യാ എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ്, എ അലി. അപ്പൊ ഈ യാ ഒരു ഇസ്മിന്റെ മുന്നിൽ വന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, തെൻവീൻ. അത് ഫീമെയിൽ പ്രോപ്പർ നൗൺ ഓൾറെഡി തെൻവീൻ ഉണ്ടാവില്ല, മെയിൽ പ്രോപ്പർ നൗണിനാണ് തെൻവീൻ ഉണ്ടാവുക. അപ്പൊ അത് മെയിൽ പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ അത് യാ വന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഇവിടുത്തെ തെൻവീന് കളയപ്പെട്ടു, ഇവിടെ ഒരു ലൊമ്മത്തുള്ളൂ. ഇനി അടുത്തത് അതിന് മേലുള്ള സെൻസ് നോക്കണം. അലാ മക്തബിൽ മുദരിസി. അപ്പൊ ഇവിടെ മക്തബിന് കസറാണ്, മുദരിസിനും കസറാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഹുവ അലാ മക്തബിൽ മുദരിസി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് എല്ലാം നിങ്ങൾക്ക് അറിയണതാണ്. അവൻ ദഫ്തറാണ് പറയുന്നത്. അപ്പൊ അർത്ഥം പറയുമ്പോൾ അധ്യാപകന്റെ മേശന്റെ ടേബിളിന്റെ മേലെയാണ്. മേശമേലാണ്. അത് അവാന്ന് പറഞ്ഞാൽ വേണ്ടിട്ട് അത് പറയുന്നത്. ഇന്നല്ല അവിടെ അർത്ഥം വരുന്നത്. ഇറ്റ് ഈസ് ഓൺ ദി ടീച്ചേഴ്സ് ടേബിൾ. അത് അധ്യാപകന്റെ ടേബിളിന്റെ മേലാണ്. അപ്പൊ ഇവിടെ മക്തബിന് എന്തുകൊണ്ട് കസറ വരാൻ കാരണം? അല മുൻകടന്ന് വന്നതുകൊണ്ട്. അല വന്നത് കൊണ്ട് എന്ത് ചെയ്ത് മക്തബിന് കസറ വന്നത്. മുദരിസി കസറ വരാൻ കാരണം എന്താ? മുലാഫിലെ. ആ അർത്ഥം പറയുമ്പോ എന്താ പറഞ്ഞ അധ്യാപകന്റെ ടേബിൾ. അപ്പൊ അധ്യാപകന്റെ അർത്ഥം വന്ന് അധ്യാപകന്റെ ടേബിൾ. അപ്പൊ ഇവിടെ മുലാഫിലേക്ക് എന്താണ് മുദരിസാണ്. അപ്പൊ മുദരിസിന് കസറ് കൊടുത്ത്. കസറ് വരാൻ കാരണം അല മുൻകടന്നത് കൊണ്ട്, മുദരിസിന് കസറ് വരാൻ കാരണം അതാണ് ഞാൻ പറഞ്ഞത്. മുലാഫിന് സ്ഥാനത്തിനനുസരിച്ച് എന്ത് മാറും, അവസാനം മാറും. ഇവിടെ മക്തബ് എന്നുള്ളത് എന്താണ്? ഒന്ന് അലക്ക് ശേഷം വന്ന ഇസ്മാണ്. രണ്ടാമത്തെ തല എന്താണ്? മുലാഫ് ആണ്. അപ്പൊ മുലാഫിന് നമ്മൾ നേരത്തെ ലൊമ്മാണ് കണ്ടത്, ഇവിടെ കസറ് കണ്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുലാഫിന് ഒരു അവസാനം ഉണ്ടാവില്ല. അത് ആ സെന്റൻസിൽ അതിന്റെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച് എന്ത് മാറി, മുലാഫിന്റെ അവസാനം മാറിക്കൊണ്ട് നിൽക്കും. ഇവിടെ അല വന്നത് കൊണ്ട് എന്ത് ചെയ്തു, മുലാഫിന് എന്ത് വന്നു, കസറ് വന്നു. ഇനി അവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ മക്തബുൽ മുദരിസി മാത്രമാണെങ്കിൽ അവിടെ ലൊമ്മ വരും. മക്തബുൽ മുദരിസി അധ്യാപകന്റെ ടേബിൾ. ഇവിടെ എന്തെന്ന് ഹുവ അലാ മക്തബിൽ മുദരിസി അധ്യാപകന്റെ ടേബിളിന്റെ മേൽ ആണ്. അപ്പൊ മുദരിസ് എന്നുള്ളതിന് കസറ് വരാൻ കാരണം മുലാഫിലേക്ക് ആയതുകൊണ്ട്. ഇനി ഇതിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഓരോരുത്തരും ഹോംവർക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഇസ്മുൻ ഇബ്നുൻ എന്നൊക്കെ എഴുതുമ്പോൾ എന്തിടാൻ പറ്റൂല, ഹംസ ഇടാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് ആരൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഹംസ ഇടേണ്ടടുത്ത് ആരും ഹംസ ഇടുന്നുമില്ല. അതായത് ഹംസ ഇടേണ്ടടുത്ത് ചിലവര് ഹംസ ഇടണില്ല. ഐനാന്നൊക്കെ എഴുതുമ്പോ ഐനാന്നൊക്കെ എഴുതുമ്പോ അതിന് ഹംസ ഇടണം. അപ്പൊ അതിന് ഹംസ ഇടാതെ എഴുതാൻ പറ്റും. പക്ഷെ അതിന് ഹംസ ഇപ്പോഴും ഇടാത്തവരുണ്ട്. ഇസ്മിനോ ഇതൊക്കെ എഴുതുമ്പോഴും ഇപ്പോഴും ഹംസ ഇട്ട് എഴുതുന്നവരുണ്ട്. അപ്പൊ അതെന്തായാലും കറക്റ്റ് ചെയ്യണേ. എന്തിനാ വിടാൻ പാടില്ലാത്തത്? നമ്മളിപ്പോ പഠിച്ചത് രണ്ട് കാര്യം മാത്രമാണ്. അത് രണ്ടാണ് ഇസ്മുൻ ഇബ്നു. ഈ രണ്ട് നാമങ്ങൾക്ക് എന്തില്ല, ഹംസ ഇല്ല. പിന്നെ ഇതിന് കസറ് കൊടുക്കുന്ന ഇതിന് ഇസ്മുൻ ഇബ്നു എന്നുള്ളതിന് ഒറിജിനലി എന്തില്ല, കസറ് ഇല്ല. അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കസറ് കൊടുത്തത്. ഇസ്മുൻ ഇബ്നു എന്നുള്ളതിൽ ഒറിജിനലി കസറ് ഇല്ല, പക്ഷെ അത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് കസറ് കൊടുക്കുന്നത്. ഇത് ഇസ്മുൻ ഇബ്നുന് എന്താണ്, ഹംസത്തുൽ വസ്ൽ ആണ്. ഹംസത്തുൽ വസ്ൽ പറഞ്ഞാൽ എന്താണ്, എന്തേനു
ഹംസന്റെ അവിടെ ഉച്ചാരണം എന്ത് പോകും നഷ്ടപ്പെടും. അതായത് ഒരു വാക്ക് അതിന് മുമ്പ് വരുമ്പോ ആ ഹംസയുടെ ഉച്ചാരണം എന്ത് ചെയ്യും അവിടെ നഷ്ടപ്പെടും. അതിനാണ് ഹംസത്തുൽ വസ്ല് പറയുന്നത്. അപ്പൊ ഇസ്മുൻ ഇബിനും പറയുന്നത് എന്താണ് ഹംസത്തുൽ വസ്ലാണ്. അപ്പൊ ഇസ്മുൻ ഇബിൻ എന്നുള്ളതിന് ഒറിജിനലി കസറി ഇല്ല. നമ്മളിപ്പോ രണ്ട് വാക്കാണ് അങ്ങനെ പഠിച്ചത് ഹംസ ഇല്ലാത്തത്. അതേതാണ് ഇസ്മുൻ ഇബിൻ എന്നാണ്. ബാക്കി എല്ലാത്തിനും ഹംസ ഇട്ടിട്ട് തന്നെ എഴുതണം. രണ്ട് വാക്ക് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇല്ലാത്തത്. അപ്പൊ ഇസ്മുൻ ഇബിൻ എന്നുള്ളതിന് ഒറിജിനലി എന്തില്ല കസറി ഇല്ല. അതിൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് കസറി കൊടുക്കുന്നത്. അപ്പൊ എന്ത് എഴുതാൻ പറ്റില്ല, അതിന്റെ കൂടെ ഹംസ ഇട്ട് എഴുതാൻ പറ്റില്ല. പക്ഷെ ഇത് ബഹുവചനം എഴുതുമ്പോ അതിനെന്ത് ഉണ്ടാവും? ഇസ്മുൻ ജമ ബഹുവചനം എന്താണ്? ഇസ്മിന്റെ ബഹുവചനം എന്താണ്? അസ്മാവ്. പക്ഷെ അതിനെന്തുണ്ട്? ഹംസ ഉണ്ട്. ഇബിനുൻ ജമ എന്താണ്? ഇബിനുൻ ജമ അബനാവ്. അതിനെന്തുണ്ട്? ഹംസ ഉണ്ട്. ഞാൻ ഈ ഇസ്മുൻ ഇബിനു എന്നുള്ള വാക്ക് മാത്രമാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ അതിന്റെ ബഹുവചനം ഒന്നുമല്ല. ഇസ്മുൻ ഇബിനു എന്നുള്ള വാക്ക് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇസ്മുൻ ഇബിനു എന്നുള്ളതിന് എന്തുണ്ടാൻ പറ്റില്ല? ഹംസ ഇടാൻ പറ്റൂല. പിന്നെ അതെന്താണ്? അതിന് കസറുള്ളത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ശരിക്കും അതിന് ഒറിജിനലി എന്തില്ല? കസറി ഇല്ല. പിന്നെന്താണ്? നമ്മളിപ്പോ ഇസ്മുൻ ഇബിനു എന്ന് പറയുമ്പോ അവിടെ ഈ എന്നുള്ള ഉച്ചാരണം കിട്ടുന്നുണ്ട് അല്ലെ? ഇസ്മുൻ ഇബിനുൻ അവിടെ ഉച്ചാരണം കിട്ടുന്നുണ്ട് ഈ എന്നുള്ളത്. പക്ഷെ ഇസ്മുൻ ഇബിനു എന്നുള്ള വാക്കിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു വാക്ക് വരാണെങ്കിൽ ആ ഇസ്മുൻ എന്നുള്ളതിന്റെ ഈ എന്നുള്ള ഉച്ചാരണം അവിടെ നഷ്ടപ്പെടും. ഇവിടെ നിങ്ങൾ നോക്കി, ഇസ്മുൽ വലതി മുഹമ്മദുൻ, ആൺകുട്ടിയുടെ പേര് എന്താണ്? മുഹമ്മദുൻ ആണ്. അപ്പൊ ഇവിടെ ഇസ്മിന്റെ മുമ്പ് എന്ത് ചെയ്തു? വാ എന്നുള്ള ഒരു വാക്ക് വന്നു. വസ്മുൽ ബിൻതി. അപ്പൊ നമ്മൾ വ ഇസ്മു എന്ന് വായിക്കരുത്. അവിടെ ഈ എന്നുള്ള ഉച്ചാരണം അവിടെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഹംസത്തുൽ വസ്ലാണ്. അപ്പൊ എന്താണ്? വസ്മുൽ ബിൻതി, പെൺകുട്ടിയുടെ പേരോ സൈനബ്. സൈനബ് എന്നാണ് പെൺകുട്ടിയുടെ പേര്. അടുത്തത് ഇസ്മുൽ മുദരിസി, അധ്യാപകന്റെ പേര് ഹാമിദുൻ, ഹാമിദ് എന്നാണ്. അപ്പൊ എന്താണ്? മസ്മുൽ മുദീരി. അപ്പൊ ഇസ്മിന്റെ മുമ്പ് മാ എന്ന് എന്ത് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വന്നു. മസ്മുൽ മുദീരി, ഹെഡ് മാസ്റ്ററിന്റെ പേര് എന്താ? അടുത്ത ഇബിനു. ഇബിനു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വായിക്കും. അതിനു മുമ്പ് ഒരു വാക്കില്ല. അപ്പൊ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഇബിനു എന്നുള്ളത് എന്ത് പറയുന്നുണ്ട്? അവിടെ കറക്റ്റ് ഉച്ചാരണത്തിൽ പറയുന്നുണ്ട്. ഇബിനു ഖാലിദിൻ, ഖാലിദിന്റെ മകൻ എവിടെയാണ്? ഫിൽ മദ്രസത്തി, സ്കൂളിൽ ആണ്. വബ്നു ഹാമിദിൻ, ഹാമിദിന്റെ മകനോ? ഫിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റിയിലാണ്. ഇബ്നുൽ മുദരിസി, അധ്യാപകന്റെ മകൻ. ഫിൽ ഫസിൽ, ക്ലാസ്സിലാണ്. ഐന ഇബ്നുൽ മുദീരി, ഹെഡ് മാസ്റ്ററിന്റെ മകൻ എവിടെയാണ്? അപ്പൊ എന്താണ്? നമ്മള് ആ ഇബ്നു എന്നുള്ളതിന്റെ ഇസ്മു എന്നുള്ളതിന്റെ വാക്കിന്റെ മുമ്പ് മറ്റൊരു വാക്ക് വരുമ്പോ അവിടെ എന്താവും? ഈ എന്നുള്ള ഉച്ചാരണം എന്ത് ചെയ്യും? അവിടെ നഷ്ടപ്പെടും. ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ പാരഗ്രാഫ്, ഈ ബോക്സ് ഒന്ന് വായിച്ചു നോക്കി. അല്ലാതെ മ്യൂട്ട് ചെയ്തിട്ടൊന്നും സൗണ്ട് ഇല്ലാതെ വായിച്ചു നോക്കി. നമുക്ക് അങ്ങനെ വായിക്കാൻ കഴിയുണ്ടോ നോക്കിട്ടോ. ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചാരണത്തിൽ ഹംസ ഇല്ലാത്തതാണോ? ആ ഹംസത്തുൽ വസ്ലിന്റെ ഉച്ചാരണം അവിടെ നഷ്ടപ്പെടും. ഹംസിന്റെ ഉച്ചാരണം പോവും. അവിടെ ഇസ്മുൽ വലദീന്ന് വന്നത് അവിടെ ഇലാഫത്താണ്. ഇസ്മുൽ വലദി ഇലാഫത്തിന്റെ. ആൺകുട്ടിയുടെ പേരല്ല. ഞാൻ പറയുന്നത് ഇസ്മിന്റെ മുമ്പിൽ മറ്റൊരു വാക്ക് വരുമ്പോഴാണ് ഉച്ചാരണം നഷ്ടപ്പെടും. ഇവിടെ ഇസ്മുൽ വലദി പറയുമ്പോൾ ഇസ്മിന്റെ മുമ്പ് വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്താ? ഇസ്മെന്ന് വായിക്കണം. ഇസ്മുൽ വലദി. അതിനു മുമ്പ് വേറൊരു വാക്ക് വരുന്നുണ്ട്, അവിടെ ഈനുള്ള ഉച്ചാരണം നഷ്ടപ്പെടും. പിന്നെ അടുത്തത് ഈ ഇതിൽ പഠിക്കാനുള്ളത് തഹ്ത. തഹ്ത എന്നുള്ളത് എന്താണ്? അണ്ടർ, അടിയിൽ ഉള്ളതാണ് അർത്ഥം. തഹ്ത അണ്ടർ, അടിയിൽ. അപ്പൊ തഹ്ത വന്നാൽ അതിനുശേഷം ഇസ്മി എന്തായിരിക്കണം? കസ്റ ആയിരിക്കണം കൊടുക്കേണ്ടത്.
അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആൻസർ ആണെങ്കിൽ ഹിയ തഹ്തൽ മക്തബി, ടേബിളിന്റെ അടിയിലാണ് അവ. അപ്പൊ എന്താണ് തഹ്ത വന്നാൽ അതിന് ശേഷം ഇസ്മിന് എന്ത് കൊടുക്കണം? കസറ് കൊടുക്കണം. കാരണം എന്താ ചോദിച്ചിട്ടാണെങ്കിൽ കാരണം മുനാഫി ഇലൈഹി ആയതുകൊണ്ട്. അർത്ഥം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ടേബിളിന്റെ അടിയിലാണ്. ടേബിളിന്റെ അവിടെ ഇന്ത്യ എന്നുള്ള അർത്ഥം വന്നു. ടേബിളിന്റെ അടിയിലാണ്. അപ്പൊ അവിടെ മുനാഫി ഇലൈഹി ആണ്. അതിന് ശേഷം വരുന്ന ഇസ്മു തഹ്തക്ക് ശേഷം കസറ് വരുന്നത് കാരണം അത് മുനാഫി ഇലൈഹി ആയതുകൊണ്ട്. ഇനി ഞാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങളെ പേര് ഇതാണ്, അതൊക്കെ പറയാൻ അറിയില്ല. ഞാനിതാണ്, എന്റെ സ്ഥലം ഇവിടുന്നാണ്, അങ്ങനെ ഒന്ന് പറയാം. أنا زينة. പറയാം. أنا من അതായത് ഞാന് എന്റെ പേര് പറയാം, അത്ര മാത്രമേ പറയുള്ളൂ. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ചാ പറയാം. നിങ്ങൾ ടെൻഷൻ ആവാ. ഞാൻ പേര് വിളിക്കട്ടെ. ഫസ്റ്റ് നസീറ കേക്ക്. നിങ്ങളെ പേരെന്താണെന്നോ അറബിയിൽ പറയട്ടെ. നിങ്ങൾ എവിടുന്നാണ് എന്നുള്ളത് അറബിയിൽ أنا نسيرة. أنا من الكوتكل. ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ് ഫെമിന. أنا فيمينا. أنا من الأجمان. അജ്മാൻ. അജ്മാനിലാണ് നിങ്ങള്. ഇനി നെക്സ്റ്റ് സുഹ്റ. ഫാത്തിമ സുഹ്റ. ഫാത്തിമ സുഹ്റ പറഞ്ഞോളി. അല്ലെങ്കിൽ തനുജ റഫീഖ്. ഇസ്മി തനൂജ. അന മിനൽ അന്തമാൻ. അങ്ങനെ പറയാൻ പറ്റുമോ? ഇസ്മി ഇസ്മി എന്റെ അത് ഇസ്മി പറയുമ്പോ മൈ നെയിം ഈസ്. മൈ നെയിം ഈസ് തന്നെ അങ്ങനെ പറയാലോ അല്ലേ? അനാന്ന് പറഞ്ഞാല് ഐ ആം. ഇപ്പൊ ഞാൻ അന ഷഫ്ല എന്ന് പറയുകയാണെങ്കിൽ ഐ എം ഷഫ്ല. ഇസ്മി എന്ന് പറയുകയാണെങ്കിൽ മൈ നെയിം ഈസ്. എന്റെ പേര്. രണ്ടും ശരിയാണ്. അന മിനൽ നിങ്ങളെ അണ്ടമാൻ സ്ഥലം നിക്കോബാർ ഐലൻഡ്. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അണ്ടമാൻ നിക്കോബാർ ഐലൻഡ്. അണ്ടമാനിലാണ്. മനസ്സിലായി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഇവിടെ നിങ്ങളെ വീട് താമസിക്കുന്നത് എവിടെയാണ്? ഞാന് നാട്ടിലാണ്. ഞാന് തലശ്ശേരിക്കാരിയാണ്. അവിടേക്കാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചവിടെ. ഇവിടെ സെറ്റിൽ ആയതാണ്. ഞങ്ങൾ അന്തമാൻ കാണാൻ എല്ലാരും. നല്ല രസമുള്ള ഇനി സ്ഥലമാണ്. അടുത്തത് ആയിഷ ശിഹാബ്. My name is Saida. أنا من القلم. കൊല്ലം. മീൻ കൊല്ലം എന്ന് പറഞ്ഞാൽ മിനൽ കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലം. നേരത്തെ ആര് മിനൽ കോട്ടക്കൽ എന്നൊക്കെ പറഞ്ഞു. മിൻ കോട്ടക്കൽ എന്ന് പറഞ്ഞു. മിൻ കോട്ടക്കൽ നേരത്തെ. من قلم. മിൻ കൊല്ലം. അടുത്ത ഷാഹിന. അന ഷാഹിന. അന മിൻ തൃശ്ശൂർ. തൃശ്ശൂർ. സുബീന. أنا سبينة. أنا من شاركة. ഷാരിക്ക. ഷാർജയിലാണല്ലോ നിങ്ങള്. അതെ. ഇനി സുഹൈബ. أنا سهيبة. أنا من يامبو سعودي. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ് മുതൽ കൂടുതൽ സെന്റൻസ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ ഈ വേർഡ്സ് ചിലവർ പറയുന്നുണ്ട് കിട്ടുന്നില്ലാന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? സാർ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ മാതിരി ഓരോ ന്യൂ വേർഡ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ? വാളിൽ ഇങ്ങനെ ചെറിയ പേപ്പർ നോട്ട്സ് ഉണ്ടാവില്ല, പോക്കറ്റ് നോട്ട്സ് ഒക്കെ.
അപ്പൊ ഒന്നെങ്കിൽ അതിൽ എഴുതിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് കാണുന്നിടത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തേക്കാം. നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുമല്ലോ, പഠിക്കാൻ ഇതാക്കുന്ന റൂമില്, അവിടെ എന്ത് ചെയ്യാ, വോൾമേലൊക്കെ ഇങ്ങനെ എന്ത് സ്റ്റിക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും കാണാം. നമ്മളിപ്പോ ബാത്റൂമിന്റെ അവിടെ ബാത്റൂമിന് അവിടെ അറബിയിൽ നിന്ന് എഴുതാം, ടോയ്ലറ്റിന് അവിടെ ടോയ്ലറ്റിന് അറബിയിൽ എഴുതാം. പിന്നെന്താണ്, റൂമിന്റെ അവിടെ റൂമെന്ന് എഴുതാം, ഉറുപ്പത്തുനിന്ന് എഴുതാം. അങ്ങനെ ഓരോ സ്ഥലത്തിന്റെ അവിടെ ഇങ്ങനെ ഓരോന്ന് എഴുതിയേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ ഇനിയും കുറച്ചും കൂടി സെന്റൻസ് പറയണം. റൂംസ് എന്ന് പറയുമ്പോ ഉറുഫിൻ എന്നാണോ പറയാ? എന്ത്? റൂംസ് എന്ന് പറയുമ്പോ ഉറുഫിൻ എന്നാണോ പറയാ? ഉറുപ്പത്തും ജമ്മു ഉറപ്പും. ഉറുഫൻ. ഇനി അടുത്തത് 6ാമത്തെ ചാപ്റ്റർ. സ്പീഡ് ആവുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, ഈ ചാപ്റ്റർ കൂടി നിർത്താം. അടുത്തത് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമ്മള് ഹാദ എന്നുള്ളത് പഠിച്ചില്ല. ഹാദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാദ, ഇത് ഇത്. അതെന്താണ്? മസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ? മസ്കുലിൻ. അതിന്റെ ഫെമിനിൻ ആണ് എന്ത്? ഹാദിഹി. ഹാദിഹി, ഇത്. ഇത് രണ്ടും ഇത് തന്നെ അർത്ഥം. ഒന്ന് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ, ഒന്ന് പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ, ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനാണ് ഹാദിഹി എന്ന് ഉപയോഗിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഹാദയും ഹാദിഹി ദാലിക്ക എന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ടാവും? ഫസ്റ്റത്തെ ലെറ്റർ കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? കുറച്ച് നീട്ടാനുണ്ടാവും. നമ്മൾ ഉച്ചാരണത്തിലുണ്ടാവും, പക്ഷെ നമ്മൾ എഴുത്തിൽ അങ്ങനെ നീട്ടി എഴുതാൻ പറ്റൂല. ഹാദിഹി ദാലിക്ക അതൊന്ന് എഴുതി കഴിഞ്ഞിട്ടാണെങ്കിൽ ദാന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഇട്ടിട്ടല്ലേ എഴുതേണ്ടത്. അലിഫ് ഇടാതെയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഹാദിഹി, ഹാ കഴിഞ്ഞിട്ട് നീട്ടരുത്. ഹാദിഹി ഹാ കഴിഞ്ഞിട്ട് ദാന്ന് ഇട്ടിട്ട് എഴുതാം. അത് ഉച്ചാരണത്തിൽ മാത്രമുള്ള ആ നീട്ടല്, എഴുത്തിൽ ആ നീട്ടല് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഹാദ എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കാനും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. പിന്നെ അടുത്തത് പഠിക്കാനുള്ളത് ഒരു എന്താ പറയാ, ചില നാമങ്ങള്, ആശയത്തെ സൂചിപ്പിക്കുന്ന ചില നാമങ്ങൾ നമ്മൾക്ക് എന്താണ് മുഅന്നസ് സ്ത്രീലിംഗം ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവസാനത്തെ ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന നാമത്തെ നമുക്ക് എന്താണ് സ്ത്രീലിംഗമാക്കണമെങ്കിൽ അവസാനം താ ഇട്ടുകൊടുത്താൽ മതി. അതായത് ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന നാമത്തെ നമുക്ക് അതൊരു ആ നാമം ഒരു പുല്ലിംഗം ആണെങ്കിൽ ആ ആശയത്തെ സൂചിപ്പിക്കുന്ന നാമത്തെ നമുക്ക് സ്ത്രീലിംഗമാക്കണമെങ്കിൽ അവസാനം എന്ത് ഇട്ടുകൊടുത്താൽ മതി? താ ഇട്ട് കൊടുത്താൽ മതി. അതായത് ക്ലോസ് ടു താ, ക്ലോസ് ടു താ ഇട്ട് കൊടുത്താൽ മതി, അവസാനത്തെ താ. അപ്പൊ എന്താവും? മുഹന്ദിസ് പറഞ്ഞാൽ എന്താണ്? എഞ്ചിനീയർ. എഞ്ചിനീയർ. അപ്പൊ നമുക്കൊരു അതൊരു മെയിൽ എഞ്ചിനീയർ ആണ്. ഒരു ലേഡി എഞ്ചിനീയർ ആക്കണമെങ്കിലോ മുഹന്ദിസത്തുൻ. ആഡ് ചെയ്ത് കൊടുത്താൽ മതി, മുഹന്ദിസത്തുൻ. അപ്പൊ ഇതിൽ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. മുഹന്ദിസുൻ എന്ന് പറയുമ്പോൾ അവസാനം എന്താണ്? മുഹന്ദിസുൻ അവസാനം എന്താണ്? ലൊമ്മാണ്. അപ്പൊ നമ്മളത് സ്ത്രീലിംഗമാക്കുമ്പോ എന്താവും? ആ അവസാനത്തെ ലൊമ്മ എന്തായിട്ട് മാറും? ഫത്ഹത്തായിട്ട് മാറും. ഇപ്പൊ മുഹന്ദിസ് എന്നുള്ളത് നമ്മള് പറയുകയാണെങ്കിൽ മുഹന്ദിസിന് അവസാനം തെൻവീനുള്ള ലൊമ്മാണ്. അപ്പൊ അൽ മുഹന്ദിസ് പറയുകയാണെങ്കിൽ ഒരു തെൻവീനാണ്. അപ്പൊ നമ്മളത് ലേഡീനാക്കണമെങ്കിൽ എന്താണ്? മുഹന്ദിസത്തുൻ. അപ്പൊ എന്താണ് അതിലൊരു വ്യക്തി നമ്മൾ ആ താ ആഡ് ചെയ്തിട്ടാണെങ്കിൽ അതിന് മുമ്പുള്ള ലെറ്ററിന് എന്താവും? ലൊമ്മുള്ളത് എന്തായിട്ട് മാറും? ഫത്ഹായി. നമ്മൾ മുഹന്ദിസുത്തുൻ എന്ന് പറയില്ല, മുഹന്ദിസുത്തുൻ എന്ന് പറയില്ല, മുഹന്ദിസത്തുൻ എന്നാണ് പറയേണ്ടത്. ആ അക്ഷരത്തിൽ എന്ത് മാറും? ലൊമ്മ മാറിയിട്ട് എന്താവും? ഫത്ഹായിട്ട് മാറും. നമ്മൾ ആ ഒരു താ ആഡ് ചെയ്തിട്ട് സ്ത്രീലിംഗമാക്കുമ്പോ, ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന നാമത്തെ സ്ത്രീലിംഗമാക്കുമ്പോ എന്താവും? അത് അവസാനത്തില് താവ് മർബൂത്ത് അഥവാ ക്ലോസ്ഡ് താ ആഡ് ചെയ്യുമ്പോ അതിന് മുമ്പുള്ള അക്ഷരത്തിന് എന്തായി മാറും? ലൊമ്മുള്ളത് എന്തായിട്ട് മാറും? ഫത്ഹായിട്ട് മാറും. പക്ഷെ എല്ലാ ആശയത്തെ സൂചിപ്പിക്കുന്ന നാമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ഈ ക്ലോസ്ഡ് താ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? സ്ത്രീലിംഗമാക്കാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണമാണ് എന്ത്? വലതുൻ. വലതുൻ എന്നുള്ളത് എന്താണ്? ആൺകുട്ടി. അപ്പൊ ഒരു പെൺകുട്ടി ആക്കണമെങ്കിൽ നമുക്ക് വലതുത്തുൻ എന്ന് പറയാൻ പറ്റുമോ? അവസാനം താ ഇട്ടിട്ട് വലതുത്തുൻ പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ വലതു എന്നുള്ളതില് മുഅന്നസ് എന്താണ്? സ്ത്രീലിംഗം എന്താണ്? ബിന്തുൻ. ആൺകുട്ടി. അപ്പൊ അത് അതിന്റെ സ്ത്രീലിംഗം എന്താണ്? ബിന്തുൻ, പെൺകുട്ടി. അതുപോലെ തന്നെയാണ് അഹുൻ. അഹുൻ എന്നുള്ളത് നമുക്ക് എന്താണ്? സ്ത്രീലിംഗം. അഹുൻ എന്നുള്ള സഹോദരനാണ്, ബ്രദർ.
അപ്പൊ അത് സ്ത്രീലിംഗം ആക്കണ അഹ്ത്തിന് പറയാൻ പറ്റുമോ? അഹത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മള് ഉഹ്ത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഉഹ്ത്ത് എന്നുള്ളതിൽ അവസാനത്തെ താ എന്താണ്? ഓപ്പൺ താ ആണ്, റൗണ്ട് താ അല്ല. നമ്മള് റൗണ്ട് താ ഇട്ടിട്ടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? സ്ത്രീലിംഗമാക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഉഹ്ത്ത് എന്നുള്ളതിൽ എന്താണ്? ഓപ്പൺ താ ആണ്, തുറന്നിട്ടുള്ള താ ആണ് എന്ത് ഉഹ്ത്ത് എന്നുള്ളത്, സഹോദരി, സിസ്റ്റർ. പിന്നെ അതൊന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അടുത്തത് പറയാനുള്ളത്, നമ്മളെ ശരീരത്തിലല്ല ഡബിൾ ആയിട്ട് വരുന്ന അവയവങ്ങളൊക്കെ എന്താണ്? സ്ത്രീലിംഗം. സ്ത്രീലിംഗം. നമ്മളിപ്പോ ശരീരത്തിലുള്ള അവയവങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് അത്? നമുക്ക് ചിലപ്പോ കണ്ണ് സ്ത്രീലിംഗാണോ, മൂക്ക് സ്ത്രീലിംഗാണോ, പുല്ലിംഗാണോ, വ്യത്യാസം ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ത്? നമ്മളെ ശരീരത്തിലുള്ള ഡബിൾ ആയിട്ട് വരുന്ന അവയവങ്ങളൊക്കെ എന്താണ്? അഥവാ പെയറായിട്ട് വരുന്ന അവയവങ്ങളൊക്കെ എന്താണ്? സ്ത്രീലിംഗമാണ്. അഥവാ കണ്ണെന്താണ്? രണ്ടെണ്ണം ഉണ്ട്. ചെവി രണ്ടെണ്ണം ഉണ്ട്. കൈ രണ്ടെണ്ണം ഉണ്ട്. കാല് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗം. ഫെമിനിനാണ്. നമ്മളെ തല, മൂക്ക്, വായ, പിന്നെ മുഖമൊക്കെ എന്താണ്? അതൊക്കെ എന്താണ്? പുല്ലിംഗം. അതൊക്കെ എന്താണ്? ഒറ്റൊന്നായിട്ട് വരുന്നതാണ്. തല ഒക്കെ രണ്ടെണ്ണം ഒന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ ആലോചിക്കുന്ന എന്താണ്? അപ്പൊ അതൊക്കെ എന്താണ്? പുല്ലിംഗാണ്. തലക്ക് എന്താ പറയാ? തല എന്ത്? തല. പിന്നെ മൂക്കിന് എന്താ പറയാ? അൻഫുൻ. പിന്നെ വായക്ക് എന്താ പറയാ? മൗത്തിന് പിന്നെ മുഖത്തിന് വജ്ഹ്. വജ്ഹുൻ. പിന്നെ കണ്ണിന് എന്താ പറയാ? ഐനും. പിന്നെ കൈക്ക് ഹാൻഡ്. കാല് ലെഗ്. റെജുലുൻ പറഞ്ഞ എന്താണ്? പുരുഷൻ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. റിജുലിൻ പറഞ്ഞാൽ കാലും, റെജുലിൻ പറഞ്ഞാൽ പിന്നെ ചെവിക്ക് എന്താ പറയാ? ഉദുന്. അപ്പൊ എന്താ? നമ്മുടെ ശരീരത്തിൽ വരുന്ന രണ്ട് പെയറായിട്ട് വരുന്ന അഥവാ ഡബിൾ ആയിട്ട് വരുന്ന ഓർഗൻസ് ഒക്കെ എന്താണ്? സ്ത്രീലിംഗമാണ്. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ലീ എന്നുള്ളത് എന്താണ്? ഒരാൾ ഉടമസ്ഥത പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ലീ. അതായത് ബിലോങ്സ് ടു, ഉടമസ്ഥത പറയാൻ വേണ്ടിട്ട്. അതായത് പൊസസീവ്, ബിലോങ്സ് ടു എന്ന് പറയാൻ വേണ്ടിട്ട്. അതായത് ലിമൻ ഹാദ, ഇത് ആരുടേതാണ്? അപ്പൊ എന്താണ്? ഹാദ ലി ഹാമിദിൻ, ഇത് ഹാമിദിന്റേതാണ്. അപ്പൊ അത് ലി ഹാമിദിൻ, ഹാമിദിന്റേതാണ്. അപ്പൊ ഹാമിദിന്റെ ഉടമസ്ഥതായി, അത് ഹാമിദിന്റെ ഉടമസ്ഥതായി. അപ്പൊ ലീ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ശേഷം ഇസ്മിന് എന്തായിരിക്കണം? ലീ വന്നാൽ ആയിട്ട് വരണം. ലീ വന്നാൽ അതിന്റെ ശേഷം ഇസ്മിന് എന്താണ്? ആയിട്ട് വരണം. ലി ഹാമിദിൻ. നമ്മൾ അൽഹംദുലില്ലാഹി, ലില്ലാഹി, അൽഹംദു, സ്തുതി ആർക്കാണ്? സർവസ്തുതി ആർക്കാണ്? ലില്ലാഹി, അള്ളാഹുവിനാണ്. ലില്ലാഹി എന്ന് നമ്മൾ പറഞ്ഞത്, ലില്ലാഹി, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ അത് ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ത്? ലീ എന്നുള്ളത്. ലീക്ക് ശേഷം വരുന്നത് എന്ത് വേണം? കസർ വേണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമൻ എന്നുള്ളതിന് അവസാനം എന്താണ്? സുക്കൂനല്ല, ലിമൻ. നോക്കി, ലിമൻ ഹാദിഹി, ഇത് ആരുടേതാണ്? അപ്പൊ എന്താണ്? ഹാദിഹി ലി ഹാലിദിൻ, ഇത് ഹാലിദിന്റേതാണ്. അപ്പോ ഇനി ലിമൻ ചോദിക്കുമ്പോ ഇതിൽ ഉദാഹരണം കാണില്ല. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇത് നോക്കി. ലിമൻ ഹാദിഹി, ഈ രണ്ടാമത്തെ ഇത് നോക്കിയിട്ട് ലിമൻ ഹാദിഹി, ഈ ലിമൻ എന്താണ് ഇവിടെ? ലിമൻ എന്നതിന്റെ അവസാനം എന്താണ്? സുക്കൂനല്ല. നമ്മള് ലിമൻ എന്ന് പറയുമ്പോ സുക്കൂനാണ്. സുക്കൂൻ. അപ്പൊ
ലിമനിൽ കിതാബ. ഇവിടെ അൽ കിതാബ്, ഇവിടെ ഹാദിഹി മാറ്റിട്ട് നിങ്ങൾ അൽ കിതാബ് എന്ന് ഉദ്ദേശിക്കുക. ലിമൻ അൽ കിതാബ, ലിമൻ അൽ കിതാബ്. അപ്പൊ ഇവിടെ എന്താണ് ലിമൻ കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കണം? നൂന്ന് എന്ത് കൊടുക്കണം? കസർ കൊടുക്കണം. കാരണം എന്താണ്? അൽ കിതാബിന്റെ കൂടെ എന്ത് വന്നിക്കുന്നത്? അടുത്ത നാമത്തിന് എന്ത് വന്നിക്കുന്നത്? അല്ല് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് വായിക്കാനുള്ള സുഖത്തിന് എന്ത് കൊടുക്കണം? കസർ കൊടുക്കണം. ലിമനിൽ കിതാബ്, ആരുടെ ബുക്കാണ്? അപ്പൊ നമ്മള് പറഞ്ഞ് ലീ വന്നാൽ അതിന് ശേഷമുള്ളതിന് എന്ത് കൊടുക്കണം? കസർ കൊടുക്കണം. അപ്പൊ ഇവിടെ മണ്ണിന് എന്താണ് കസർ കൊടുക്കാത്തത്? കസറല്ല, ഒന്നും സ്വീകരിക്കൂല. അത് അവസ്ഥക്ക് അനുസരിച്ച് മാറില്ല. അതല്ല കസർ സ്വീകരിക്കില്ല എന്ന് പറയരുത്. അത് അവസ്ഥക്ക് അനുസരിച്ച് എന്ത് മാറൂല? അതിന്റെ അവസാനം മാറൂല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പിന്നെ ഇതിൽ വേറെ പഠിച്ച വേറൊരു കാര്യമാണ് ഐലൻഡ്, ഓൾസോ എന്നുള്ള അർത്ഥം. ഓൾസോ, ഐലൻഡ്, ഇംഗ്ലീഷിൽ ഓൾസോ എന്നുള്ള അർത്ഥം. പിന്നെ ജിദ്ദൻ, ജിദ്ദൻ പറഞ്ഞാൽ എന്താണ്? വെരി, വെരി, വളരെ എന്നുള്ള, വളരെ, ജിദ്ദൻ, വെരി എന്നുള്ള അർത്ഥം. ഓൾസോടെ ഏതാ പറഞ്ഞ ടീച്ചർ? ഐലൻഡ്, ഐലൻഡ്. ദഹിയ ജമീലത്തുൻ ജിദ്ദൻ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവ വളരെ ഭംഗിയുള്ളതാണ്. ഇറ്റ് ഈസ് വെരി, വെരി എന്നുള്ള അർത്ഥം വളരെ. പിന്നെ ഐലൻഡ് എന്നുള്ളത് ഓൾസോ. ഓൾസോ, ഓൾസോ എന്താ മലയാളത്തിൽ പറയാ? എന്താണ്? ഓൾസോ എന്നുള്ളതിന് മലയാളത്തിൽ എന്താ പറയാ? അതും കൂടി അതും കൂടി എന്നുള്ള കൂടി. എനിക്ക് കിട്ടുന്നില്ല, അതാണ് ചോദിച്ചത്. അപ്പൊ അത് മനസ്സിലായില്ല. ഐലൻഡ് എന്നുള്ളത് ഓൾസോ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ 6th ചാപ്റ്റർ വരെ എടുത്തു. ഇത്രയും ചാപ്റ്റർ എടുത്തതിൽ എനിക്ക് ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾ അവിടെ ഓരോ സെന്റൻസ് എനിക്ക് ഉണ്ടാക്കി പറഞ്ഞു തരണേ. വെച്ച പാഠങ്ങൾ വെച്ചതിന്റെ ഭാഗത്തിൽ വരെ ഉള്ളത് ഓരോ അതായത് നമ്മളിപ്പോ ഇലാഫത്ത് പഠിച്ച് കുറെ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ പിന്നെ നെറ്റല്ലേ? ഓക്കെ. ടീച്ചർ ലെഫ്റ്റ് ആയാ? കേൾക്കുന്നില്ല അല്ലേ? ടീച്ചർ ലെഫ്റ്റ് ആയിട്ടുണ്ട്. സോറി, അത് നെറ്റ് പോയതായിരുന്നു കേട്ടോ, വൈഫൈ പോയത്. അപ്പൊ എന്നാ നിർത്തല്ല. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ഇല്ല ഇല്ല. എന്നാ നിർത്താട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.